മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 4x to 4 e raised to minus y square dy dx by reversing the order of integration. ഇത് ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് dy dx ആണ് പ്രോബ്ലം തന്നിരിക്കുന്നത്. നമുക്ക് ചെയ്യേണ്ടത് dx dy യിലാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് y യുടെ ലോവർ ലിമിറ്റ് എന്താണ്? y യുടെ ലോവർ ലിമിറ്റ് 4x ആണ്. y യുടെ അപ്പർ ലിമിറ്റ് എന്താണ്? y is equal to 4. x ന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0. x ന്റെ അപ്പർ ലിമിറ്റ് എന്താണ്? 1. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പടത്തിൽ വരയ്ക്കാം. ഒരു ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരച്ചതിന് ശേഷം x x ഡാഷ് y y ഡാഷ് then y is equal to 4x. y is equal to 4x എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1 ഇവിടെ നമുക്ക് 1 2 3 4 അതുപോലെ 1 2 3 4 y is equal to 4x ആ ലൈൻ വരയ്ക്കാം. x equal to 0 വരുമ്പോൾ y is equal to 0 ആണ്. x is equal to 1 വരുമ്പോൾ y is equal to 4 ആണ്. അപ്പോൾ 1 4 എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പോയിന്റ്. അപ്പൊ ഈ പോയിന്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു ലൈൻ വരയ്ക്കണം. അപ്പൊ 0 0 ഈ ഒരു പോയിന്റ് 0 0 ഇതാണ് 0 0. നമ്മൾ ഈ രണ്ട് പോയിന്റ് നമ്മൾ യോജിപ്പിക്കുകയാണ്. ഇതാണ് y is equal to 4x എന്ന ലൈൻ. y is equal to 4x എന്ന ലൈൻ നമ്മൾ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? y is equal to 4 എന്നുള്ള ലൈൻ എങ്ങനെയായിരിക്കും? ഇതാണ് y parallel to x axis. ഇതാണ് parallel to x axis. y is equal to 4 എന്നുള്ള ലൈൻ വരച്ചു. x is equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? y axis ആണ്. x is equal to 1 എന്ന് പറഞ്ഞ ലൈൻ ഏതാണ്? ഇതാണ് x is equal to 1 എന്നുള്ള ലൈൻ ഇതാണ്. ഇനി ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ റീജിയൻ കണ്ടെത്തണം. റീജിയൻ എന്ന് പറഞ്ഞാൽ ഇത് x is equal to 0 y ആക്സുമായിട്ട് ബൗണ്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ റീജിയൻ ഇതാണ് നമ്മുടെ റീജിയൻ. കാരണം ഈ y ആക്സും ഈ y is equal to 4 എന്ന ലൈനും y is equal to 4x എന്ന ലൈനും കൂടി ബൗണ്ട് ചെയ്ത് വരുന്ന റീജിയൻ കണ്ടുപിടിച്ചതാണ് നമ്മുടെ റീജിയൻ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ e raised to minus y square dx dy dx എന്നുള്ളതിനെ dx dy ആക്കാം. dx dy ആക്കുമ്പോൾ dx ന്റെ x ന്റെ ലിമിറ്റ് കിട്ടാനായിട്ട് ഈ റീജിയനിൽ നമ്മൾ ഒരു സ്ട്രിപ്പ് വരയ്ക്കുന്നു. പാരലൽ ടു y ആക്സിസ് x ആക്സിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്നു. അതിന്റെ ലെഫ്റ്റ് ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? y ആക്സിലാണ്. അപ്പോൾ x ന്റെ ലോവർ ലിമിറ്റ് 0. ഇത് അപ്പുറത്തെ ടച്ച് ചെയ്യുന്നത് ഈ ലൈനിലാണ് ടച്ച്. ഈ ലൈനിന്റെ പേര് എന്താണ്? y is equal to 4x ആണ്. അപ്പോൾ x is equal to എന്താണ്? y/4. സോ y/4. അപ്പോൾ 0 ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റ് y/4 എന്ന് കിട്ടി. ഇനി y യുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റ്. y യുടെ ലോവർ ലിമിറ്റ് എന്താണ്? 0. വേരി ചെയ്ത് എവിടെ വരെയാണ്? 0 to 4. അപ്പോൾ y യുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കിട്ടി. അപ്പോൾ പുതിയ ലിമിറ്റുകൾ രണ്ടും കിട്ടി. x ന്റെ ലിമിറ്റ് 0 to y/4 ഉം y യുടെ ലിമിറ്റ് 0 to 4. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം 0 to 4 ഇവിടെ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus y square കോൺസ്റ്റന്റ് ആണ്. e raised to minus y square into x. ഇവിടെ e raised to minus y square കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ e raised to minus y square into 1 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x വരും. ഇനി നമ്മൾ അതിലെ ഈ ലിമിറ്റ് കൊടുക്കുക 0 to y/4 കൊടുക്കുക. 0 to y/4. അപ്പോൾ ഇന്റഗ്രൽ 0 to 4 e raised to minus y square into x നെ y/4 കൊടുക്കുക. അപ്പോൾ y/4 0 കൊടുക്കുമ്പോൾ 0 തന്നെ into dy. ഈ 1/4 നമ്മൾ പുറത്തെടുക്കുക. ഇന്റഗ്രൽ 0 to 4 e raised to minus y square y dy. ഇങ്ങനെ. ഇനി നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ e raised to minus y square y dy ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ ഒരു മെത്തേഡ് ഉപയോഗിക്കും. ആ മെത്തേഡിന്റെ പേരാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പ്ലസ് ടുവിൽ പല മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. അങ്ങനെ ഡിഫറെന്റ് മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ പറ്റാത്തത്. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നത് ഈ വേരിയബിളിലെ മറ്റൊരു വേരിയബിൾ ആയിട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? y സ്ക്വയർ എന്നുള്ളത് u എടുക്കും. അപ്പോൾ 2y dy എന്ന് പറഞ്ഞാൽ എന്താണ്? du എന്ന് വരും. അപ്പോൾ y dy എന്ന് പറഞ്ഞാൽ എന്ത് വരും?
du/2 അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം 1/4 ഇന്റഗ്രൽ e raised to minus y സ്ക്വയറിനോട് u y dy ക്ക് വരത്ത് കൊടുക്കാം du/2 അപ്പൊ നമുക്ക് എന്ത് കിട്ടും 1/8 ഇന്റഗ്രൽ e raised to minus u du. ഇനി പുതിയ ലിമിറ്റ് കണ്ടുപിടിക്കണം. പുതിയ ലിമിറ്റ് എന്ന് പറഞ്ഞാല് ഇവിടെ y യുടെ വാല്യൂ 0 വരുമ്പോ y 0 വരുമ്പോ u എന്നുള്ളത് 0 ആണ്. ഇനി y എന്നുള്ളത് 4 വരുമ്പോഴോ u എന്നുള്ളത് 16 വരും. u എന്നുള്ളത് 16. അപ്പൊ നമ്മുടെ പുതിയ ലിമിറ്റ് 0 to 16. പുതിയ ലിമിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ that is equal to 1/8 into e raised to minus u by minus 1. e raised to minus u നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus u by minus 1. Then 0 to 16. 1 by minus 8 പുറത്തെടുത്തു. e raised to minus 16 minus 1. ഇവിടെ u ന് നമ്മൾ 16 കൊടുത്തപ്പോൾ e raised to minus 16 വരും. 0 എടുക്കുമ്പോൾ 1 വരും. ഇതിനെ ഒന്നും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1/8 into 1 minus e raised to minus 16. മൈനസ് നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് 1 minus e raised to minus 16/8 എന്നാണ് ആൻസർ. ഇവിടെ നമ്മൾ ഉപയോഗിച്ച പ്രോസസ് എന്താണ് റിവേഴ്സിംഗ് ദി ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലം എന്തായിരുന്നു dy dx ആയിരുന്നു തന്നിരുന്നത്. dy dx തന്ന പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം dx dy യിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. dx dy യിലേക്ക് ചേഞ്ച് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ റിവേഴ്സിംഗ് ദി ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ dx dy യിൽ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും y യുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കണ്ടുപിടിച്ചു. y യുടെ ലോവർ ലിമിറ്റ് എന്താണ് 4x, y യുടെ അപ്പർ ലിമിറ്റ് എന്താണ് 4, x ന്റെ ലോവർ ലിമിറ്റ് എന്താണ് 0, x ന്റെ അപ്പർ ലിമിറ്റ് എന്താണ് 1. അപ്പോൾ y യുടെ ലോവർ ലിമിറ്റും കിട്ടി അപ്പർ ലിമിറ്റും കിട്ടി, x ന്റെ ലോവർ ലിമിറ്റും കിട്ടി അപ്പർ ലിമിറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്തത് എന്താണ് ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പടം വരയ്ക്കുകയാണ്. y is equal to 4x ഇങ്ങനെയാണ് y is equal to 4x എന്ന ലൈൻ വരച്ചു. 0 0 എന്ന പോയിന്റും 0 4 എന്ന പോയിന്റും വെച്ചിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു. അപ്പോ ഇവിടെ 0 0യും ഇവിടെ കേസിൽ 0 4 വെച്ച് വരച്ചു. അപ്പൊ ആ ലൈൻ കിട്ടിയ ആ ലൈന് y equal to 4x എന്ന് പേര് കൊടുത്തു. അതിനുശേഷം y is equal to 4 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാരലായിട്ട് x ആക്സിന് പാരലായിട്ട് ലൈൻ വരച്ചു. പിന്നെ x is equal to 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ് ആണ്, x is equal to 1 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഇതിന് എല്ലാത്തിനും കോമൺ ആയിട്ട് റീജിയൻ ഏതാണ്? ഇതാണ് നമ്മുടെ കോമൺ റീജിയൻ. കാരണം ഈ y ആക്സിസും ഈ y is equal to 4ഉം ഈ y equal to 4x കൂടി കോമൺ ആയിട്ട് വരുന്ന റീജിയൻ നമ്മൾ കണ്ടെത്തി അത് ഷെയ്ഡ് ചെയ്തു. അങ്ങനെ ഷെയ്ഡ് ചെയ്തതിനു ശേഷം നമ്മൾ dx dy യിലാണ് ചെയ്യുക. dx dy യിൽ ചെയ്യുമ്പോൾ x ന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. x ന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സ്ട്രിപ്പ് എങ്ങനെയാ വരയ്ക്കേണ്ടത് പാരലൽ ടു x ആക്സിസ്. x ആക്സിന് പാരലായിട്ട് റീജിയനിൽ വരയ്ക്കുമ്പോൾ ലെഫ്റ്റിൽ ടച്ച് ചെയ്യുന്ന എവിടെയാണ് y ആക്സിലാണ് നമ്മുടെ ലോവർ ലിമിറ്റ് 0. റൈറ്റിൽ ടച്ച് ചെയ്യുന്ന എവിടെയാണ് ഈ ലൈനാണ് y equal to 4x എന്ന ലൈനാണ്. അപ്പൊ x is equal to y/4. അപ്പൊ ലോവർ ലിമിറ്റ് കിട്ടി അപ്പർ ലിമിറ്റ് കിട്ടി. ഈ y വേരീസ് ഫ്രം എന്താണ് 0 മുതൽ 4 വരെ 0 മുതൽ 4 വരെ. ഇനി നമുക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus y square കോൺസ്റ്റന്റ് ആണ് into 1 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് y/4. അപ്പൊ e raised to minus y square into y/4 dy. ഇനി 1/4 പുറത്തെടുത്തു 0 to 4 e raised to minus y square y dy. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ പുതിയൊരു മെത്തേഡ് ഉപയോഗിക്കുന്നു. ആ മെത്തേഡ് ഏതാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ വേരിയബിളിനെ മറ്റൊരു വേരിയബിളായിട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യും. അപ്പൊ അതിന് എന്ത് ചെയ്യും y സ്ക്വയറിന് u കൊടുത്തു. y സ്ക്വയർ u ആണെങ്കിൽ 2y dy എന്താണ് du ആണ്, y dy എന്താണ് du/2 ആണ്. അപ്പൊ നമുക്ക് e raised to minus u du/2. അപ്പൊ നമുക്ക് ഈ യുലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലിമിറ്റും ചേഞ്ച് ചെയ്യും. പുതിയ ലിമിറ്റ് y equal to 0 ആകുമ്പോൾ u 0 ആവും, y is equal to 4 ആകുമ്പോൾ u is equal to 16 ആവും. അപ്പൊ 0 to 16. ഇനി നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus u by minus 1 വരും. ഇനി നമ്മൾ ലിമിറ്റ് 1/-8 പുറത്തെടുത്തു. അപ്പർ ലിമിറ്റ് 16 കൊടുത്തു e raised to minus 16. ലോവർ ലിമിറ്റ് 0 കൊടുത്തു 1 കിട്ടി. e raised to 0 1 ആണ്. അപ്പൊ e raised to minus 16 minus 1 1/- പുറത്തേക്ക് എടുത്തപ്പോൾ 1 minus e raised to minus 16/8 കിട്ടി. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ഒരു മാസം മുമ്പ് 2 മാസം മുമ്പ് ചോദിച്ച ചോദ്യമാണ്. ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുക്കുക. വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. വിത്തിൻ വളരെ നിസ്സാര സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ.
ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.